അപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് കേട്ടിട്ട് തുടങ്ങാം കേട്ടോ. എൻ്റെ സ്വദേശം അരീക്കോടാണ്. കുറഞ്ഞ രീതിയിൽ പ്രഷർ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അതുപോലെ ഷുഗർ ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്, കുറച്ച് ഷുഗർ കണ്ടു. പക്ഷെ അത് വലിയ തോതിലുണ്ടായിരുന്നു, ഒരു 200 ചില്ലാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കൂടുതൽ കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആയപ്പോഴാണ് ഇങ്ങനെ അക്കിപ്പഞ്ചറിനെ കുറിച്ച് കേട്ടത്. അപ്പോൾ മുക്കത്ത് വന്നു, ഇവിടെ വന്ന് നേരിട്ട് അങ്ങനെ കണ്ടു, ഇവിടെ കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞ് ഷുഗർ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല, അത് പ്രശ്നമാക്കേണ്ട, അത് അപ്പോഴും ഇങ്ങോട്ടും ഉണ്ടാകുന്നതാണ്, അത് മരുന്ന് നിങ്ങൾ കഴിക്കരുത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല, അങ്ങനെ ഷുഗറായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു, അക്യുപഞ്ചറിൽ വന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ നോക്കുമ്പോൾ ഷുഗറില്ല എനിക്ക്. പ്രഷറും ആദ്യം കുറച്ചുണ്ടായിരുന്നു, അതുമില്ല. എന്താ അറിയില്ല, എല്ലാ സുഖത്തിനും എനിക്ക് ഭയങ്കര ഒരു സുഖം കിട്ടി. പിന്നെ ശരീരം എനിക്ക് കുറച്ച് വെയിറ്റ് കൂടിയൊരു ശരീരമായിരുന്നു എൻ്റേത്, കനം കൂടിയത്. ഈ അക്യുപഞ്ചറിൽ വന്നതിന് ശേഷം എനിക്ക് തടി കുറച്ച് കുറഞ്ഞു, ശരീരത്തിന് ഒരു ഫ്രീ വന്നു, ഒരു എന്താ പറയുക, ഒരു ഈസി ആയിട്ടുള്ള ശരീരം, വഴങ്ങുന്ന രീതിയിലുള്ള ശരീരമായി. മാനസികമായിട്ടും ഒക്കെ എനിക്ക് വല്ലാത്തൊരു സുഖം തോന്നി. മെലിഞ്ഞപ്പോൾ ഓരോരുത്തർ ചോദിച്ചു ഷുഗർ ഉണ്ടോ, അപ്പോൾ സത്യത്തിൽ ഷുഗർ ഇല്ലാതായതാണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പിന്നെ ലാബിലൊക്കെ പോകുമ്പോൾ ഷുഗറൊക്കെ നോർമൽ, ഷുഗർ ഇല്ലത്. അപ്പം ഡോക്ടർ പറഞ്ഞ് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടായതല്ല, അത് ഭക്ഷണം കഴിക്കുമ്പോൾ പല ടൈമും ഭക്ഷണത്തിൻ്റെ പേരിൽ നമുക്ക് ഇന്നിപ്പോൾ ഒരു 200 ഷുഗറിന് നാളെ ചിലപ്പോൾ 110 ആയിരിക്കും, ചിലപ്പോൾ 150 ആയിരിക്കും. അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണം. അതിൻ്റെ അർത്ഥം ഷുഗർ രോഗി എന്നല്ല. നിങ്ങൾക്കിപ്പോൾ ചികിത്സ വേണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളതിൻ്റെ ആ ചികിത്സയാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചികിത്സയിൽ എനിക്ക് വല്ലാത്തൊരു മാറ്റമാണ്. ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഞാൻ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിലും വരും, അത് ചെയ്യും, പോവും. അങ്ങനെ ഇപ്പം എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ സുഖമാണ് എനിക്ക്. എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്താ വെച്ചാൽ, ഒരു മരുന്നും ഇപ്പം 56 വയസ്സായി, ഒരു മരുന്നും ഞാൻ ശരീരത്തിൽ ഇപ്പോൾ കഴിക്കുന്നില്ല. ആദ്യം ഡെയിലി മരുന്ന് കഴിക്കലൊന്നുമില്ല, ഇനി പ്രഷറൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് കുടിക്കണ്ടേ. അങ്ങനെ എനിക്കിപ്പോൾ മാനസികമായിട്ട് സുഖമുണ്ട്. അതാണ് അക്യുപഞ്ചറിനെ വെച്ചത്. നമ്മൾ എന്തിനെങ്കിലും വെറുതെ മരുന്ന് കഴിച്ച് ഇങ്ങോട്ട് അതിന് രോഗമായി, പിന്നെ അതിൻ്റെ പേരിൽ പിന്നെയും ഗുളിക കുടിച്ചു, അങ്ങനെയല്ല. ആ പ്രശ്നത്തിൽ നമ്മളത് ചെയ്യരുത്. നമ്മളെപ്പോഴും മരുന്നില്ലാത്ത ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ ശരീരത്തിന്. അതാണ് നമുക്ക് ഏറ്റവും ആത്മവിശ്വാസം തരുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്. അതാണ് ആരോഗ്യം എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. വേദനകളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ചെറിയൊരു എന്താ പറയുക, തലവേദന മാതിരി, ഈ ഒരു പെരടിയുടെ ഈ ഒരു സൈഡിന് വേദന ഉണ്ടായിരുന്നു. അത് എൻ്റെ എന്തെങ്കിലും പറയുക, തലവേദനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, എന്താ മൈഗ്രീൻ ആണോ എന്നുള്ള ആൾക്കാർക്ക് പറയേണ്ട മൈഗ്രീൻ ആയിരിക്കും. പക്ഷെ അതിന് പല ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ട് മാറിയില്ല. ഇപ്പം മൈഗ്രീൻ അങ്ങനെ കാണാറില്ല. എനിക്കല്ലാതെ ഒരു കുറച്ചേരം ഉറക്കം വെച്ചാൽ വരെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പം അത് പോയി. അങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു. താങ്ക് യു. ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇന്നലെ നമ്മൾ പല കാര്യങ്ങളും ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. നമുക്കൊരുപാട് ക്ലാരിറ്റി വന്നു അല്ലേ. എന്തൊക്കെയാണ് അസുഖങ്ങൾ, ഷുഗർ എന്താണ്, പനി എന്താണ്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വിഷയത്തിൽ ഗഹനമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. നമുക്ക് എങ്ങനെയാണ് അസുഖങ്ങൾ ഉണ്ടാവുന്നത്? സാധാരണഗതിയിൽ എല്ലാവർക്കും എപ്പോഴും അസുഖസ്ഥിതിയിലല്ലല്ലോ ഉണ്ടാവല്ലേ. സുഖം പ്രാപിക്കുമല്ലോ. സുഖപ്പെട്ട ഒരു വ്യക്തിക്ക് പിന്നീട് എങ്ങനെയാണ് ഒരു അസുഖത്തിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുന്നത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സാധാരണ രീതിയിൽ പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ ബോഡിയിൽ വന്ന് അടിഞ്ഞു ചേർന്ന് അത് ഒരു ഘട്ടം എത്തുമ്പോൾ റിമൂവ് ചെയ്യും. ആ റിമൂവ് ചെയ്യുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഒരിക്കലും ഒരു പ്രയാസം ബോഡിയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വല്ലാതെ ഉണ്ടാവില്ല. വേദന അങ്ങനത്തെ അസുഖങ്ങളായിട്ട് വരില്ല. ഇപ്പോൾ ഒരു സാധനം നമുക്കൊരു നമ്മുടേതല്ലാത്തൊരു പാർട്ട്, ഒരു വേസ്റ്റ് ശരീരത്തിലുണ്ടെങ്കിൽ ശരീരത്തിന് ഒരു ബുദ്ധിമുട്ട്, അൺകംഫർട്ടബിൾ ഫീലാണ് ഉണ്ടാവുക. ഒരു സാധാരണ ഒരു അസ്വസ്ഥത പോലെ ഒരു ഫീലിങ്. എങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് അസുഖമായി വരുന്നത് എപ്പോഴാണ്? ആ ഒരു ബുദ്ധിമുട്ട് അവിടുന്ന് മാറ്റം വരുത്തുമ്പോൾ, ശരീരം ഇതിനെ മാറ്റം വരുത്തുന്ന സമയത്താണ് നമുക്ക് ഇതിൽ കൂടുതലും ബുദ്ധിമുട്ടുകളായിട്ടുണ്ടാവുക. അപ്പോൾ ഈ അസുഖങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഏതൊരു വേദന ആയാലും എന്തായാലും ശരീരത്തിൽ നിന്ന് ഒരു വേസ്റ്റ്, ഒരു മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു രൂപമാണ് ഈ ഒരു വേദനയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രയാസത്തിലൂടെ സംഭവിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക്
യൂറിൻ്റെ സ്റ്റോണ്. ഈ സ്റ്റോണ് പുറത്ത് പോകുമ്പോൾ നമുക്ക് അസഹ്യമായ വേദന ഉണ്ടാവും. സ്റ്റോൺ അവിടെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു അൺകംഫർട്ടബിൾ ഫീലേ ഉണ്ടാവുള്ളൂ. എന്തോ ഒരു അസ്വസ്ഥത. അതിൻ്റെ അസ്വസ്ഥതയാണ് പോലും പലർക്കും ചിലപ്പോൾ മനസ്സിലാവില്ല. അത്തരത്തിലുള്ളൊരു എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മൾ ഈ ഒരു അസ്വസ്ഥത കൂടി ആ ഒരു വേദന എന്ന രൂപത്തിൽ വരുന്നത് എപ്പോഴാണ്? ഇതിനെ സ്റ്റോണിനെ ശരീരം പുറന്തള്ളാൻ ശ്രമിക്കുമ്പോൾ, ഇത്രക്കും വലിയൊരു സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോണിൻ്റെ വലിപ്പം അനുസരിച്ച് അത് അവിടുന്ന് നീങ്ങുന്നതിനനുസരിച്ച് വേദന ഉണ്ടാവും. അപ്പോൾ ആ ഒരു വേദന എന്ന് പറയുന്നത് ശരിയായ രൂപത്തിൽ ആ ഒരു സ്റ്റോണിനെ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ശരീരം ഏറ്റവും നല്ല രീതിയിൽ നല്ല സമയം നോക്കി ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സമയത്താണ് അതിനെ പുറന്തള്ളുക. അതിനെ പുറന്തള്ളാതിരിക്കാനുള്ള സാഹചര്യമാണ് എന്ത്? ശരീരത്തിന് റിമൂവൽ പ്രോസസ്സിനുള്ള സമയം അനുവദിക്കാതിരിക്കുക എന്നുള്ളത്. അതിലോട്ട് നമുക്ക് വരാം. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതിനെ പുറന്തള്ളുന്ന ഒരു പ്രോസസ്സിൽ നമുക്ക് വേദന, ബുദ്ധിമുട്ട്, അസഹ്യമായ പ്രയാസങ്ങൾ കാര്യങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ ആ സമയത്താണ് നമ്മൾ മെഡിസിൻ കഴിക്കുകയും മറ്റു പല കാര്യങ്ങളും ചെയ്ത് അതിനെ ആ വേദനയെ അടിച്ചമർത്താൻ ശ്രമിക്കുക. അടിച്ചമർത്താൻ വേണ്ടി പലതും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ പുറന്തള്ളുന്ന വേസ്റ്റാണ് ശരീരത്തിൽ കെട്ടിക്കിടക്കുക. മനസ്സിലാവുണ്ടോ? ശരീരത്തിൽ നിന്ന് പുറന്തള്ളേണ്ട വേസ്റ്റിനെ അവിടെ തന്നെ കെട്ടി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രയാസം മെഡിസിൻ കഴിച്ചുകൊണ്ട് മാറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ ശരീരത്തിൽ വീണ്ടും വേസ്റ്റുകൾ കുന്നുകൂടി കിടക്കുക ചെയ്യുക. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം എടുത്ത് നോക്കുക. നമ്മൾ പല രീതിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വിശന്നിട്ടും അല്ലാതെയും ആരെങ്കിലും തന്നിട്ടും സൽക്കരിച്ചിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ പല സ്നാക്സും പല രീതിയിലപ്പോൾ ഭക്ഷണം അല്ലേ? വെറുതെ കഴിക്കാൻ പോവുക, വൈബിന് കഴിക്കാൻ പോവുക, ഒരാളെ കണ്ട അവരെ കൂടെ കഴിക്കാൻ പോവുക, അവരെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, നാച്ചുറൽ ആസ്വദിക്കുക, യാത്ര പോവുക എന്നുള്ളതിലൊക്കെ മാറി ഇപ്പോൾ ആളുകൾ ആരെങ്കിലും കണ്ടാൽ അവരെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോവുക, അല്ലെങ്കിൽ അവരെ കൂടെ ഒന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ കഴിച്ചിറങ്ങിയതേ ഉണ്ടാവുള്ളൂ, എന്നാലും മുമ്പരെ കൂടെ ഒരു ചായ കുടിക്കുക. അത്തരം ശീലങ്ങൾ മനുഷ്യന് ഇന്നിപ്പോൾ കൂടി വരികയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ആരൊക്കെ ചെയ്യുന്നത് അവരെ മുഖം ഇപ്പം അങ്ങനെ ഇതാവുന്നുണ്ടാവും അല്ലേ? സ്വന്തം കണ്ണാടി നോക്കുക. അപ്പോൾ ആരൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് അവർക്കൊക്കെ ഇത്തരത്തിലുള്ള അൺകംഫർട്ടബിൾ ഫീല് ഇങ്ങനെ വന്നു തുടങ്ങും. ആദ്യത്തിലൊന്നും അവരെ അറിയില്ല, കുറച്ച് കഴിയുമ്പോഴൊക്കെ അറിയുള്ളൂ. അങ്ങനെ ശരീരത്തിൽ ഈ ഒരു വേസ്റ്റ് റിമൂവൽ പ്രോസസ്സ് നടക്കാതെ കെട്ടിക്കിടക്കുമ്പോൾ ശരീരത്തിൽ എന്തുണ്ടാവും? ഒരു അസഹ്യമായ ബുദ്ധിമുട്ട് വരികയും ആ ബുദ്ധിമുട്ട് എന്തുകൊണ്ടുണ്ടാവുന്നതാണ്? ഈ വേസ്റ്റിനെ റിമൂവ് ചെയ്യാൻ ശരീരം ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ആൾ വിശക്കാതെ തുടർച്ചയായി ഭക്ഷണം കഴിക്കുകയാണ്, വല്ലപ്പോഴും അല്ല, വിശക്കാതെ തുടർച്ചയായി ഭക്ഷണം കഴിക്കുകയാണെന്ന് വെക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു തുടർച്ചയായ ഭക്ഷണ രീതി തെറ്റായി പോകുമ്പോൾ ആ ശരീരത്തിൽ വേസ്റ്റ് അടിഞ്ഞ് കൂടും. സാധാരണഗതിയിൽ നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ച ശേഷം എന്താ ഉണ്ടാവുക? ആ ഭക്ഷണം ശരിയായ രൂപത്തിൽ ദഹനം നടത്തി ശരീരം എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് കളഞ്ഞ് അതിൽ നിന്ന് വേണ്ട ലവണങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകും. നേരെ മറിച്ച് ഒരു ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം ഫുള്ളായി ദഹിച്ച് തീരുന്നതിന് മുമ്പ് ഒരാൾ വീണ്ടും അടുത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അടുത്ത വിശപ്പ് വൈകും, അല്ലെങ്കിൽ അവർക്ക് വയറ് ഫുള്ളാവും, അല്ലെങ്കിൽ തടി കൂടും. അങ്ങനെ പല ആൻസറും ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ വീണ്ടും ഇങ്ങനെ വിശപ്പില്ലാതെ ഭക്ഷണം കഴിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ശരീരത്തിൽ വേസ്റ്റുകൾ പൂർണ്ണമായിട്ട് വേസ്റ്റ് റിമൂവൽ പ്രോസസ്സ് നടക്കാതെ ആ ശരീരത്തിൽ പല രീതിയിൽ വേസ്റ്റ് കെട്ടി നിൽക്കും. കുടലുകളിലും മറ്റൊക്കെ ആയിട്ട് കെട്ടി നിൽക്കും. ഈ കെട്ടി നിൽക്കുന്ന വേസ്റ്റ് ശരീരത്തിന് എപ്പോഴും പുറന്തള്ളാൻ കഴിയില്ല. സാധാരണഗതിയിൽ മലമായി പോകണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ഒരു പെർട്ടിക്കുലർ എനർജി വേണം. ആ എനർജി ഇവിടെ കിട്ടാതിരിക്കുക ചെയ്യുന്നത്. ശരീരം ഒരു ഭാഗത്ത് നിന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴാണ് അപ്പുറത്ത് അടുത്ത ഭക്ഷണം വിശക്കാതെ വന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ശരീരം ആ ഒരു റിമൂവൽ പ്രോസസ്സിൽ ചെറിയൊരു തടസ്സം നേരിടും. അങ്ങനത്തെ ആ തടസ്സം നേരിടുമ്പോൾ ഒരു ഭാഗം പോയെങ്കിലും കുറച്ച് ഭാഗം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കെട്ടി നിൽക്കും. അതിനെ പിന്നെ ശരീരം റിമൂവ് ചെയ്യാൻ ശ്രമിക്കും, സമയം അനുവദിക്കുമോ നോക്കും. അപ്പോഴും ഇവന് വിശക്കാതെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് പോവുക ചെയ്യുന്നത്. അപ്പോൾ ആ സമയം അനുവദിക്കാതെ വരുമ്പോൾ ശരീരം അവിടെ ബുദ്ധിമുട്ടാവുകയും ആ വേസ്റ്റിനെ മലമായിട്ടല്ലാതെ വേറൊരു ഫോമാക്കി റിമൂവ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഗ്യാസ് ഫോം എന്നുള്ളത്. അങ്ങനെയാണ് നമുക്ക് ഗ്യാസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാസ് ഫോം ആക്കി റിമൂവ് ചെയ്യുന്ന അവസരത്തിൽ ആ ഗ്യാസ് ഫോം റിമൂവ് ചെയ്യുമ്പോൾ ശരീരത്തിൽ അസഹ്യമായ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ആ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്യുക? ഗ്യാസ് വരും, വേഗം പോയി ഭക്ഷണം കഴിച്ചോ എന്ന് കാരണന്മാർ വരെ പറഞ്ഞ് നമ്മൾ കേൾക്കല്ലേ?
ഈ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് കാരണവന്മാരുമായിട്ട് മുതിർന്ന ആളുകളുമായിട്ട് ബുദ്ധിമുട്ടുള്ളൂ. ഒരു മനപ്രയാസമുള്ളൂ. കാരണം അവർ തെറ്റായ ഇൻഫർമേഷൻ അവിടെ ഇങ്ങനെ പാസ് ചെയ്യുന്നത് വ്യാപകമായിട്ട്. വയറ്റിക്കാളിച്ച വരും, ഗ്യാസ് വരും, വേഗം പോയി ഭക്ഷണം കഴിച്ചോ എന്നുള്ളത്. അതെങ്ങനെയാണ് അവരങ്ങനെ മാറിയതെന്നറിയില്ല. പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ശരിയായ രീതിയിൽ ഒരാൾക്ക് വിശപ്പ് വരുന്ന അവസരത്തിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള വശം. അല്ലാതെ ഗ്യാസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് ശരീരത്തിൽ നിന്ന് വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഇത് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണത്. അപ്പോൾ വേസ്റ്റ് റിമൂവൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ നിന്ന് ഗ്യാസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ്ടും അവിടെ കെട്ടിക്കിടന്ന് അത് മല ആയിട്ട് പോകാത്തത് ഗ്യാസായിട്ട് വരികയാണ്. അല്ലാതെ ഭക്ഷണം കഴിക്കായിട്ട് വരുന്ന സാധനമല്ല അത്. അത് ഭക്ഷണം കഴിക്കാത്തപ്പോൾ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു ഭക്ഷണം കഴിച്ചു, അത് ദഹിച്ച് കഴിഞ്ഞാൽ പിന്നെ ശരീരം അടുത്ത ഭക്ഷണം അല്ല ചോദിക്കുക. അത് ദഹിച്ച് കഴിയുമ്പോൾ ശരീരം എന്ത് ചെയ്യും? അതിലുള്ള ലവണങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കുടലിൽ നിന്നും മറ്റുമൊക്കെ എല്ലാ ഓർഗൻസിലും എല്ലാ ബ്ലഡിലൊക്കെ എത്തിച്ച് അത് എല്ലോടത്തും എത്തിക്കും. മാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് പോകുന്ന പോലെ ശരീരം ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ശരീരം ഭാഗം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യും. വേസ്റ്റുകൾ ഉണ്ടാവും അതൊക്കെ നോക്കിയിട്ട്. ആ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ ഗ്യാസിൻ്റെ പ്രശ്നം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെയും ഭക്ഷണം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കി. ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ വീണ്ടും ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ പിന്നെയും ആ ഒരു വേസ്റ്റിനെ പിന്നെയും അമർത്തുക ചെയ്യുന്നത്. ഗ്യാസ് വരുന്ന അവസ്ഥയിൽ വീണ്ടും ഭക്ഷണം കഴിക്കുമ്പോൾ വരുന്ന ഗ്യാസ് എന്ത് ചെയ്യും? അവിടെ സപ്രസ് ആവും. അവിടെ ഒതുങ്ങിപ്പോവും. കാരണം പുതിയത് വന്നപ്പോൾ പിന്നെ പഴയതിനെ ഒഴിവാക്കുന്ന പ്രോസസ്സ് തൽക്കാലം അവിടെ നിർത്തിവെക്കും. കാരണം പുതിയത് വന്നിട്ടുണ്ട്. ഒരു ഗ്യാസ് വരുമ്പോൾ ഭക്ഷണം കഴിച്ചതാണ്. അപ്പോൾ ശരീരം എന്ത് ചെയ്യും? ആ പുറത്ത് പോവേണ്ട ഗ്യാസിനെ തൽക്കാലം അവിടെ ഒതുക്കും. തൽക്കാലം ഇവിടെ നിക്ക്. ഞാനിപ്പോൾ ഇതൊന്ന് പുതിയത് വന്നിട്ടുണ്ട്. അതൊന്ന് തീരുമാനമാക്കിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറയും. അപ്പോൾ ഓക്കെ ശരീരം സമ്മതിക്കും. ഇപ്പോൾ ആഗ്രഹിക്കും എന്ത്? ആ ഇപ്പോൾ ശരിയാവുമായിരിക്കും. ഭക്ഷണം കഴിക്കലൊക്കെ ഇപ്പം നിർത്തുമായിരിക്കുംന്ന്. പക്ഷെ എവിടെ നമ്മൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ശരീരം പുതിയ ഭക്ഷണം ദഹിപ്പിച്ച് കഴിഞ്ഞ് വീണ്ടും ആ ഗ്യാസ് വന്ന് പുറന്തള്ളാൻ ശ്രമിക്കും. അപ്പോൾ വീണ്ടും സമ്മതിക്കില്ല. ഗ്യാസ് വരുന്നുണ്ട് വേഗം പോയി ഭക്ഷണം കഴിച്ചോ രണ്ടാമതായിട്ട്. അപ്പോൾ അവനെന്ത് ചെയ്യും? സ്ഥിരമായിട്ട് ഇങ്ങനെ ഗ്യാസ് വരുമ്പോൾ ഭക്ഷണം കഴിച്ച്, ഗ്യാസ് വരുമ്പോൾ ഭക്ഷണം കഴിച്ച് അങ്ങനെ പോവുക ചെയ്യുന്നത്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ എപ്പോഴും ഈ ഒരു വ്യക്തിക്ക് ഗ്യാസ് ഇങ്ങനെ കെട്ടി നിൽക്കും. അതിൻ്റേതായ ബുദ്ധിമുട്ട് കീവായുവായിട്ടും ഏമ്പൊക്കായിട്ടും ഒക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് പിന്നീട് ഭയങ്കര പ്രയാസത്തിലുള്ള രൂപത്തിലേക്കൊക്കെ എത്തും. എന്തുകൊണ്ടാണത്? ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രയാസം ഉണ്ടാകുന്നത്? വിശക്കാതെ ഭക്ഷണം കഴിച്ചിട്ടല്ലേ? അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? വിശന്നിട്ട് മാത്രം ഭക്ഷണം കഴിക്കുമ്പോൾ ശരിയായ രൂപത്തിൽ ആ ഒരു വേസ്റ്റ് ശരീരത്തിൽ നിന്ന് റിമൂവൽ പ്രോസസ്സ് നടക്കുകയും അത് കൃത്യമായിട്ട് അവിടെ ഒരു മാറ്റം സംഭവിച്ച് ക്ലീൻ ആയിട്ട് പിന്നെ അടുത്തത്. നിങ്ങളെ കിച്ചൺ നിങ്ങൾ ക്ലീൻ ചെയ്യാതെ എല്ലാ ഭക്ഷണം കഴിക്കും പക്ഷേ ക്ലീൻ ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പിന്നെ മൂന്നാമത്തെ നേരത്തെ ഭക്ഷണം കഴിക്കാനൊക്കെ ആ കിച്ചണിലേക്ക് പോകാൻ തന്നെ പറ്റില്ല. ആ രൂപത്തിലാവും. കഴിച്ച പാത്രമൊന്നും കഴുകി വെക്കുന്നില്ല. ഉപയോഗിച്ചതൊന്നും കഴുകി വെക്കുന്നില്ല. അതന്നെ യൂസ് ചെയ്യുകയാണെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? ശരീരത്തിനുള്ളിൽ ഇതാ നടക്കുന്നത്. പ്രോപ്പറായി ക്ലീനിങ് നടക്കുന്നില്ല. എന്നാൽ പുതിയത് കഴിക്കുന്നത് തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോൾ ശരീരം അവിടെ എടങ്ങേറാവുക ചെയ്യുന്നത്. അതാണ് ആളുകൾക്ക് എപ്പഴും ഒരു അലസത, ഒരു മടി, ഒരു മനപ്രയാസം ഇതൊക്കെ ഉണ്ടാവുന്നത്. നിങ്ങളെ വീട് ഒരു ദിവസം ക്ലീൻ ചെയ്യാതെ ഇരുന്ന് നോക്ക്. നിങ്ങൾക്ക് ആ ഒരു മനപ്രയാസവും അലസതയും ഒക്കെ കാണാം. അത് ശരീരത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. നമ്മൾ പുറമെ നോക്കി കാണുന്നില്ല എന്നുള്ളൂ. അനുഭവിച്ചറിയുന്നുണ്ട്. പക്ഷേ ഈ അനുഭവിക്കുന്നത് ഇതുകൊണ്ടാണെന്ന് പോലും ഇവർക്കറിയില്ല. പക്ഷേ അവൻ ആ ബുദ്ധിമുട്ട് അങ്ങനെ അനുഭവിച്ച് തീർക്കുന്നുണ്ട്. എന്നാലോ പറയുന്നത് എന്താ നേരെ ഓപ്പോസിറ്റുമാണ്. എന്ത്? ഭക്ഷണം കഴിക്കഴിഞ്ഞാൽ ഗ്യാസ് വരും. പോയി ഭക്ഷണം കഴിച്ചോ എന്നുള്ളത്. അങ്ങനെ അവൻ ഗ്യാസിനെ ഒതുക്കി ഒരു പ്രയാസത്തിലെത്തുക ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഒരു വേസ്റ്റ് ശരീരത്തിൽ ഉണ്ടാവുമ്പോഴാണ് അവന് അസുഖം എന്നുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലം ആളായി മാറിയത്. അപ്പോൾ അസുഖം ഉണ്ടാവുന്നതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണെന്ത്? വേസ്റ്റ് ശരീരത്തിലേക്ക് വന്ന് കൂടി നിൽക്കുക. നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്. വേസ്റ്റ് ശരീരത്തിലേക്ക് വന്ന് അടിഞ്ഞ് കൂടി എന്നൊക്കെ പറയുമ്പോൾ ശരീരം എന്തോ തെറ്റ് ചെയ്ത പോലെയുണ്ട്. ശരീരമല്ല തെറ്റ് ചെയ്തത്. നമ്മളാണ് ആ വേസ്റ്റ് അവിടെ ഉണ്ടാക്കാൻ കാരണമായത്. പിന്നീട് ആ ഗ്യാസ് പല നീര് അങ്ങനെ പല രൂപത്തിലേക്കായി മാറും. ചൊറിച്ചിൽ അങ്ങനെ പലതായിട്ട് മാറും. അത് നമ്മൾ ഈ 3 മാസത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. നീരെന്താണ്? ഗ്യാസ് എന്താണ്? വിറയൽ എന്താണ്? വെള്ളം എപ്പോൾ കുടിക്കണം? എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ? ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ചൊറിച്ചിലിലേക്ക് എങ്ങനെയാണ് ഇത് എത്തുന്നത്? ഇത് അവസാനം ചൊറിച്ചിലിലേക്കൊക്കെ എത്തും. അതെങ്ങനെയാണെന്നൊക്കെ 3 മാസത്തെ ക്ലാസ്സിൽ വിശദമായി പറയുന്നുണ്ട്. ഈ ചിലര്
വിറയൽ വരുമ്പോൾ അല്ലെങ്കിൽ ചിലർ വയറ്റിക്കാളച്ച് വരുന്നുണ്ട് പോയി ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറയും. അതൊക്കെ ഇതിൻ്റെ ഒരു വകഭേദം തന്നെയാണ്. അതിൻ്റെ അടുത്ത സ്റ്റേജ് ആയിപ്പോൾ അത് ഡീപ്പായിട്ട് നമുക്ക് ഈ 3 മാസത്തെ ക്ലാസ്സിൽ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ. അപ്പോൾ ഒരു വേസ്റ്റ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞ വേസ്റ്റിനെ ഒരു ഘട്ടം എത്തുമ്പോൾ ശരീരം റിമൂവ് ചെയ്യും. ആ റിമൂവൽ പ്രോസസ്സ് നടക്കുമ്പോഴാണ് ശരീരത്തിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അസുഖങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ വീണ്ടും മെഡിസിൻ കഴിച്ച് മറ്റും ഒതുക്കും. ഭക്ഷണം കഴിച്ച് മാത്രമല്ല ഒതുക്കുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഗ്യാസ് ഉണ്ടാകുമ്പോൾ അതിനെ മെഡിസിൻ കഴിച്ച് പോലും ഒതുക്കും. മെഡിസിൻ കഴിച്ച് ഒതുക്കുന്നവർക്കാണ് പിന്നീട് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജിലൊക്കെ പോകുന്നത്. അത് നമ്മൾ 3 മന്ത് ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് ശരീരത്തിലേക്ക് അസുഖം ഉണ്ടാകുന്നതിൻ്റെ ഒരു നോർമൽ ഘട്ടം എന്നുള്ളത്. നോർമൽ ഘട്ടം അതാണ്. ഒരു വേസ്റ്റ് വന്ന് അടിഞ്ഞു കൂടി അതിനെ റിമൂവൽ പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ അസുഖം. സുഖമല്ലാത്തൊരവസ്ഥയെ അസുഖം എന്ന് പറയുന്നു. അത്രേ ഉള്ളൂ. അത് വലിയ മാരകമായ അസുഖമാകുമ്പോൾ എന്ത് ചെയ്യും? ഈ ചെറിയ നിസ്സാരമായിട്ട് നമ്മൾ പറയുന്ന സാരമല്ല വിശക്കാതെ കഴിക്കുന്നതല്ലേ, ഇത് മാരകമായ അസുഖങ്ങളിലേക്ക് എത്തും. അതാണ് മാരകമായ അസുഖങ്ങളിൽ എത്തുന്നത്. ഇതിൻ്റെ ബേസിക് അതാണ്. നമ്മളെല്ലാവർക്കും അറിയാലോ, നമ്മളെ വയറ് ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ, വയറ് ശരിയാണെന്നുണ്ടെങ്കിൽ, ദഹനം ശരിയാണെന്നുണ്ടെങ്കിൽ ഒരസുഖം നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത്. ദഹനം ശരിയല്ലാത്തടത്തോളം കാലം, എത്ര കാലം നമുക്ക് ദഹനം ശരിയല്ലാതെ പോകുന്നു അത്രത്തേക്കും കാലം നമുക്ക് തന്നെ ലോഡിങ്ങിലാണ്. അത് 100% ആകുമ്പോൾ ചിലപ്പോൾ ക്യാൻസറൊക്കെ ആവും. അപ്പോൾ ആ രൂപത്തിലേക്ക് അത് അങ്ങനെ അങ്ങോട്ട് എത്തിക്കുക ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യുക. അക്യുപഞ്ചർ ചികിത്സയ്ക്കൊക്കെ വരുന്ന മരുന്നില്ലാത്ത ചികിത്സാ രീതികളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് അറിയാം. അപ്പോൾ ആദ്യത്തെ ഒരു 3 ആഴ്ച കൊണ്ട് തന്നെ അവരെ വയറ് കാര്യങ്ങളൊക്കെ ക്ലീനായി അവരൊന്ന് മെച്ചപ്പെട്ട് വരും. ഓക്കെ. അപ്പോൾ അവരെന്ത് ചെയ്യുക? ശരിക്ക് ഇങ്ങനെയുള്ള പ്രയാസം ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ ഇന്ന് തന്നെ അതൊന്ന് പരിഹരിക്കുക കേട്ടോ. പരിഹരിച്ച് ആശ്വാസമായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ക്ലിനിക്കിലൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ആയിട്ട്. അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിറ്റത്തെ ആഴ്ച വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. കാരണം കുറേ കാലമായി ബുദ്ധിമുട്ടുകൊണ്ട് അനുഭവിച്ച് നടക്കുന്നത്. പക്ഷേ അത് അങ്ങനെ ഒരു അറിവ് കിട്ടിയതുകൊണ്ട് തന്നെ, ഈ ഒരു അറിവ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഈ ഒരു അറിവ് കിട്ടിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു. അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഇത് പഠിക്കണം, പഠിക്കണം, പഠിക്കണം എന്ന്. ഈ 3 മന്ത് ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായി പഠിക്കണം. കാരണം ഈ ഒരു സമയത്ത് ഓൺലൈനായിട്ട് കിട്ടുന്ന ക്ലാസ്സാണിത്. ഇത്രയും കുറഞ്ഞ ഫീല് പിന്നെ നിങ്ങൾക്ക് കിട്ടുകയില്ല. പറ്റുന്നവരുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഇന്നലെ മെസ്സേജ് അയച്ചിരുന്നു 3 മന്ത് ക്ലാസ്സിനെ പറ്റി ചോദിച്ചിട്ട്. അവർക്കൊക്കെ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇത് 3 മന്ത് ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ്സാണ്. അടുത്ത ക്ലാസ് മുതൽ ഈ ഫീസ് ജോയിൻ ചെയ്തവർക്ക് മാത്രമേ ഈ ക്ലാസ് കൊടുക്കുള്ളൂ. അപ്പം എന്ത് ചെയ്യുക? അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ. ഭക്ഷണം കഴിക്കുന്ന കാര്യം കറക്റ്റായോ? നിങ്ങളെ ബോഡി എപ്പോഴും ക്ലീൻ ആയിരിക്കും. പിന്നീട് അടുത്ത ആളെയാണ്. അടുത്ത എങ്ങനെയാണ് അസുഖങ്ങൾ ഉണ്ടാവുന്നത്? ഭക്ഷണത്തിലൂടെ മാത്രമല്ല വെള്ളത്തിലൂടെയും അസുഖം ഉണ്ടാവുന്നുണ്ട്. വെള്ളത്തിലൂടെ കീടാണു വന്നിട്ട് അസുഖം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ വെള്ളം കുടിക്കുന്നത് അമിതമാകുമ്പോൾ, അമിതമായ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ വെള്ളം കെട്ടി നിന്നല്ല, ആ വെള്ളം ശരീരത്തിന് മറ്റു പ്രോസസ്സ് നടക്കേണ്ട ഒരു തടസ്സം വരുത്തിക്കൊണ്ട് ശരീരത്തിൽ വെള്ളം ആധിക്യം മൂലം പല പ്രയാസങ്ങളും ഉണ്ടാവുക ചെയ്യുന്നത്. അത് എലമെൻറ്റ് ബേസിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു വെള്ളം കൂടുതലുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് എന്തൊക്കെ? മുടി കൊഴിച്ചിൽ, ഊരവേദന, ജോയിൻറ്റ്സ് പെയിന്, പല്ല് സംബന്ധമായ മോണ സംബന്ധമായ പ്രയാസങ്ങളൊക്കെ ഈ ഒരു വെള്ളം കൂടി കൂടിയ ആളുകൾക്ക് ഉണ്ടാകുന്നതാണ്. മോണ സംബന്ധമായ പ്രയാസം വയറ് എർത്ത് എലമെൻറ്റ് ഡിസ്ഫങ്ഷൻ ആയാലും ഉണ്ടാവും കേട്ടോ. ഓക്കെ. അപ്പോൾ വെള്ളം കൂടി ആവശ്യത്തിന് ദാഹത്തിനനുസരിച്ചാണ് കുടിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. വിശപ്പിനനുസരിച്ച് ഭക്ഷണവും ദാഹത്തിനനുസരിച്ച് വെള്ളം കുടിക്കുകയാണെങ്കിൽ യാതൊരു പ്രയാസമില്ലാതെ പോകും. അപ്പോൾ അസുഖങ്ങൾ ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള അക്യുമുലേഷൻ ഉണ്ടാകുമ്പോൾ, കെട്ടി നിൽക്കൽ ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ പ്രയാസങ്ങളായിട്ട് അസുഖങ്ങൾ ഉണ്ടാവും അല്ലേ? ഓക്കെ. രണ്ടാമതായിട്ട് എങ്ങനെയാണ് അസുഖങ്ങൾ ഉണ്ടാവുന്നത്? ഇന്നിപ്പോൾ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. രണ്ടാമതായിട്ട് നാച്ചുറലി അസുഖം ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. രണ്ടാമത് പറയാനുള്ള അസുഖം ഉണ്ടാക്കുന്നതാണ്. ഒരിക്കലും ഉണ്ടാവുന്നതല്ല, ഉണ്ടാക്കുന്നത്. എങ്ങനെ? കഴിഞ്ഞ ഇന്നലത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ മെഡിസിൻ കഴിച്ചിട്ട് മനുഷ്യൻ വരുത്തി വെക്കുന്ന അസുഖങ്ങൾ. അതിന് ശരീരമോ നമ്മളോ ആരും ഉത്തരവാദികളല്ല. ആ മെഡിസിൻ കഴിക്കുന്ന ആളുകളാണ് ഉത്തരവാദികളായിട്ടുള്ളത്. അതിനെപ്പറ്റിയുള്ള ശരിയായ അറിവില്ലായ്മയാണ് അവരെ വീണ്ടും വീണ്ടും മെഡിസിൻ കഴിപ്പിക്കുന്നത്. ഷുഗറിൻ്റെ മരുന്നൊക്കെ കഴിച്ചില്ലേ മരിച്ചു പോകില്ലേ? ബിപിൻ്റെ മരുന്നൊക്കെ കഴിച്ചില്ലേ മരിച്ചു പോകില്ലേ? തൈറോയിഡിൻ്റെ മരുന്നൊക്കെ കഴിച്ചില്ലേ മരിച്ചു പോകില്ലേ? ഇങ്ങനെയൊക്കെ പറയിപ്പിച്ച് അതൊക്കെ മൈൻഡിൽ ഫീഡ് ചെയ്ത് അതങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ടാണ് ആളുകൾ ജീവിക്കുന്നത്. ഒന്നും രണ്ടും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും തൈറോയിഡിൻ്റെയും ഇത്തരം മാരകമെന്ന് വിശ്വസിക്കുന്ന. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വരെ ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ കാണിക്കാൻ വന്നു. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി അദ്ദേഹം ഒരു മരുന്നും കുടിക്കില്ല. ഹാർട്ടിന് മെഡിസിൻ കഴിച്ചിരുന്ന ആളാണ്.
ഹാർട്ട് സർജറി ചെയ്തിട്ട് അതിനുള്ള മെഡിസിൻ കഴിച്ചിരുന്ന ആളാ. അതുവരെ അദ്ദേഹം നിർത്തി. കാരണം ഇതിൻ്റെ ശരീരത്തിൻ്റെ റൈറ്റ് വേ മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിച്ചതുകൊണ്ട്. അപ്പോൾ ഈ ഒരു അറിവ് ചില്ലറ അറിവല്ല. നമുക്ക് ഓരോരുത്തർക്കും അത് ഗ്രാഹ്യമാക്കൽ നിർബന്ധമുള്ള അറിവാണ്. ഒരിക്കലും മറ്റു പല കോഴ്സ് ചെയ്യുന്ന മാതിരി ഇത് പോയി പഠിക്കുക, മനസ്സിലാക്കുക, വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. ഇത് പഠിക്കുന്നത് നമ്മുടെ ശരീരം നമുക്ക് കാത്തു സൂക്ഷിക്കാനാണ്. ഒപ്പം നമുക്ക് കുട്ടികൾക്ക് എന്തൊക്കെ അസുഖമാണ്, എന്തൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ നമുക്ക് ഇതിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുതിർന്നവർക്ക്, പ്രായം ചെന്നവർക്ക്, മെൻസസ് സമയത്ത് സ്ത്രീകൾക്കുള്ള ബുദ്ധിമുട്ട്, മെനോപ്പസ് ആകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ തുടങ്ങി വേദനകൾ, മുറിവ് പറ്റിയാൽ എന്ത് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നമ്മൾ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും. ഇതിൻ്റെ ഒരു ബേസിക് എന്തായാലും ഓരോ വ്യക്തികളും, ഓരോ മനുഷ്യനാണ്, അവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് വെറും ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും ഒക്കെ മാത്രം പഠിച്ചാൽ പോരാ. ഈ അസുഖങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ എങ്ങനെയൊക്കെ പ്രയാസത്തിൽ നിന്ന് തരണം ചെയ്ത് പോകണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പഠിക്കണം. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കില്ല നമ്മൾ ABCD എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ABCDയും അതുപോലെ തന്നെ ഈ കാൽക്കുലേഷനും കണക്കൊക്കെ പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക, പോട്ടെ അവനൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കാതെ എത്രക്കും ഒന്നും അറിയില്ല എനിക്ക് ചോദിക്കും അല്ലേ. ഏത് കുട്ടികൾക്കും ഇപ്പോൾ അറിയും ABCD, അതുപോലെ തന്നെ അത്യാവശ്യം വായിക്കാനും എഴുതാനും ഒക്കെ. നിരക്ഷരരായിട്ടുള്ള ആളുകൾ, അക്ഷരം പോലും അറിയാത്ത ആളുകൾ എന്നുള്ള നിലക്ക് നമ്മൾ ആ കുട്ടികളെ ഇപ്പോൾ ഉണ്ടോ? ഇല്ല. എല്ലാ കുട്ടികൾക്കും എല്ലാം അറിയാം അല്ലേ. പക്ഷെ ആരോഗ്യത്തിനെ കുറിച്ച് ആരും പറയുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. തെറ്റായ രീതിയെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അനിയൻ്റെ ബ്രദറിൻ്റെ ബുക്കൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്ത്, വിശക്കുന്നതിന് മുമ്പ് തന്നെ സമയത്തിന് ഭക്ഷണം കഴിച്ചോളണം എന്ന്. അതങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. തെറ്റായ ഇൻഫർമേഷൻ നിങ്ങളെ സ്കൂളിലെ കുട്ടികളിൽ ബുക്കിലൊക്കെ ഉണ്ട്. നമ്മളതൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ശരിക്കും അതിനെതിരെയൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്ത് പോണം. തെറ്റായ ഇൻഫർമേഷൻ. കാരണം ഒരു മോഡേൺ മെഡിസിൻ, അലോപ്പതി ഇംഗ്ലീഷ് മെഡിസിനാണ് അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഇവിടെ പ്രഖ്യാപിച്ച് വരുന്നത്. 3 നേരം ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. ഒരു 20-ാം നൂറ്റാണ്ടിന് ശേഷമാണ് അത് വ്യാപകമായിട്ട് ഇവിടെ വന്നത്. അതെന്തുകൊണ്ടാണ്? അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി കൂടിയാണത്. അത് കുട്ടികൾ, ഒന്നും അറിയാത്ത കുട്ടികളെ അത് പഠിപ്പിച്ച് വരികയാണ്. അതിലൂടെ എന്താ ചെയ്യുന്നത്, ഭാവിയിൽ അവരുടെ ബിസിനസ് ഉറപ്പിക്കുക ചെയ്യുന്നത്. ഭാവിയിൽ മെഡിസിൻ കഴിക്കേണ്ട ആളുകളെ ചെറിയ കുട്ടികളാകുമ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ ഉണ്ടാക്കുകയാണ്. മനസ്സിലാക്കണം നമ്മൾ. സ്കൂളിപ്പോൾ വലിയൊരു ഹോസ്പിറ്റലിനുള്ള ഒരു എന്താ പറയുക, അവരുടെ ഒരു വിത്തിട്ട പോലെയാണ് ഇപ്പോൾ സ്കൂളുകൾ. അവിടെ വാക്സിൻ, അയൺ ഗുളിക, കാൽസ്യം ടാബ്ലറ്റ്സ്, അങ്ങനെ പലതുമായിട്ടുള്ള പരീക്ഷണ വസ്തുക്കളാണ് നമ്മളെ കുട്ടികളൊക്കെ ഇപ്പോൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളെ ഒന്ന് ആലോചിക്കണം നമ്മൾ. നമ്മുടെ കുട്ടികളാണ്, വെറുതെ സ്കൂൾ വിട്ടാൽ പോരാ. ശരിക്കും രക്ഷിതാക്കൾ മാസ്റ്റേഴ്സിനോട് പറയണം, ടീച്ചേഴ്സിനോട് പറയണം എന്ത്, എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാനാണ് ഇവിടെ വിടുന്നത്. ഒരിക്കലും മെഡിസിൻ കൊടുക്കാനോ വാക്സിൻ വെക്കാനോ അയൺ ടാബ്ലറ്റ് കൊടുക്കാനോ ഒന്നുമല്ല. ശരിയായ രീതിയിലുള്ള സംസ്കാരവും നല്ല ശീലങ്ങളും നല്ല അറിവും മാത്രം പഠിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ ടോപ്പിക് ഒന്ന് തന്നെ മറന്നുണ്ട്. നമ്മൾ ടോപ്പിക് തന്നെയാണിത്. അതൊരു വലിയ ടോപ്പിക്കാണ്, ഇപ്പോൾ പറയേണ്ടതല്ല അത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് പറയാനുള്ളത്, അസുഖങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ഒന്നാമത് അസുഖം ഉണ്ടാവുന്നത് നാച്ചുറലായിട്ട് അക്യുമുലേഷൻ കാരണമൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾ. രണ്ടാമതായി ഉണ്ടാക്കുന്ന അസുഖങ്ങൾ, പുതിയ ഡിസൈൻ ചെയ്ത് വരുന്ന അസുഖങ്ങളാണത്. പല മെഡിസിൻ കഴിച്ച് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിപ്പ, കൊറോണ, ഇതൊക്കെ ഡിസൈൻ ചെയ്ത് മനുഷ്യൻ ഉണ്ടാക്കി പടച്ചു വിടുന്നതാണ്. വാക്സിൻ ചിലവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി പടച്ചു വിടുന്ന അസുഖങ്ങളാണ്. ഞാൻ അത്തരത്തിൽ കൂടുതൽ പറയുന്നില്ല, അതങ്ങനെ പറഞ്ഞു പോകും. ആരെയും കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഓരോരുത്തരും മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരം മനസ്സിലാക്കി പോകുമ്പോൾ നമുക്ക് യാതൊരു അസുഖവും ഇല്ലാതെ പോകാൻ കഴിയും. സിമ്പിളായിട്ട് പോകാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം അത് എങ്ങനെയാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പിന്നെ അടുത്ത വിശപ്പ് വരെ കാത്തിരിക്കും അദ്ദേഹം. അടുത്ത വിശപ്പ് വരെ കാത്തിരുന്ന് കഴിയുമ്പോൾ ആ ഒരു ഗ്യാസ് പോയി തീരും. തീർന്ന് എന്ത് ചെയ്യും, ആ കുറ്റി കാലിയാവുമ്പോൾ ഗ്യാസ് തീർന്നു, അവിടെ ക്ലീനായി. ഇപ്പോൾ നിങ്ങൾ വീട്ടിലെ ബയോഗ്യാസ് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിൽ ആരെങ്കിലും ഒരു ബയോഗ്യാസ്, നമ്മൾ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടുന്ന് ഗ്യാസ് വരുന്ന സിസ്റ്റം, ഒരു ബലൂണ് പോലൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചാണകമൊക്കെ ഇട്ട് കൊടുക്കും. കണ്ടിട്ടുണ്ടോ? ആ, ആ സാധനം തന്നെ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഗ്യാസ് എങ്ങനെയാണ്? ആ ഗ്യാസ് വരും, നമ്മൾ തീ കത്തിക്കും, നല്ല ഉഷാറായി കത്തുകയൊക്കെ ചെയ്യും അല്ലേ. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ വെച്ചപ്പോൾ ഗ്യാസ് കത്തുന്നില്ല. എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായതില്ല. അവിടെ ഗ്യാസ് വരാൻ മാത്രം നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടില്ല. വേസ്റ്റ് ഇട്ട് കൊടുത്താലേ ഗ്യാസ് വരുള്ളൂ. വേസ്റ്റ് ഇല്ലെങ്കിൽ ഗ്യാസ് വരില്ല. അതേ സിസ്റ്റമാണ് ശരീരത്തിലും. ശരീരത്തിൽ ഒരു തരം വേസ്റ്റ് ഉണ്ടെങ്കിൽ
അത് നിന്ന് ഗ്യാസ് വരും. ആ ഗ്യാസ് പോയി, പോയി, പോയി തീർന്ന് പിന്നെ വേസ്റ്റ് ഇല്ലെങ്കിൽ ഗ്യാസ് വരില്ല. അങ്ങനെ എത്തുമ്പോഴാണ് നമ്മൾ ഭക്ഷണം പുതിയത് കൊടുക്കേണ്ടത്. അതാകുമ്പോൾ യാതൊരു പ്രയാസവുമില്ല. പിന്നെ ഇടക്ക് എപ്പോഴും വേവിച്ച് മാത്രമല്ല, ഇടക്ക് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുക. നാച്ചുറൽന്ന് അതുപോലെയുള്ള ഭക്ഷണങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുന്നതും കൂടുതൽ നല്ലതാണ് ശരീരത്തിന് കേട്ടോ. ഓക്കെ. അപ്പോൾ രണ്ടാമതായി അസുഖം ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. അസുഖം ഉണ്ടാക്കുന്നത് മെഡിസിനും മറ്റും കഴിച്ചിട്ട് അല്ലേ. ഇപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പനിയൊക്കെ നിർത്തിക്കൊണ്ട് പല മെഡിസിനും കഴിച്ച് ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക. അതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത്. പിന്നെ ഇന്ന് വ്യാപകമായി നടക്കുന്ന ഇന്നലെ പറഞ്ഞിട്ടുള്ള ഷുഗറിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇന്നലെ. അതും അസുഖങ്ങൾ പുതിയത് പുതിയത് ഉണ്ടാക്കാനുള്ള ഒരു വിദ്യ കൂടിയാണ്. ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്നതിലൊക്കെ ശ്രദ്ധിക്കും. നിങ്ങൾ വെറുതെ അസുഖവും പുതിയ പുതിയ അസുഖങ്ങളും ബുദ്ധിമുട്ട് വരുത്തി വെക്കുക ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്ത് നിങ്ങൾക്ക് ഷുഗർ തുടങ്ങിയ അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നത്, ഇപ്പം എങ്ങനെയുള്ളത്, നിങ്ങൾ ഉഷാറായതാണോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും തളർച്ചയിലേക്ക് പോയതാണോ എന്നുള്ളത്. മെഡിസിൻ അത്ര നല്ല സാധനമാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 10x ബെറ്റർ ആയി ഉഷാറായി മരുന്നൊക്കെ ഒഴിവാക്കി വെക്കണം. ഇത് 10-60 വർഷമൊക്കെ മെഡിസിൻ കഴിക്കുക. നമ്മൾ എക്സ്പീരിയൻസിൽ ക്ലിനിക്കിലൊക്കെ വരാറുണ്ട് 30 കൊല്ലമൊക്കെ മെഡിസിനും ഇൻസുലിനും വെച്ച് 24 ഐറ്റം മെഡിസിനൊക്കെ കഴിക്കുന്നത്. പിന്നെ അയാൾക്ക് എവിടെ ഭക്ഷണം കഴിക്കാൻ സ്ഥലം? എന്നിട്ട് അതിന് പുറമെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അസുഖം എവിടെ മാറോ? എന്നെങ്കിലും മാറോ? ഡയാലിസിസ് സെൻ്ററിലൊക്കെ പോയി നോക്കി നിങ്ങൾ. കംപ്ലീറ്റ് ഒരു 99%, 99.999% ആളുകളും ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും മെഡിസിൻ കഴിച്ചവരായിരിക്കും. മെഡിസിൻ കഴിക്കാതെ കിഡ്നി പോയി എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒരാളെ അങ്ങ് കാണിച്ചു തരാൻ കഴിയില്ല അവിടെ. മെഡിസിൻ കഴിച്ച് അല്ലെങ്കിൽ ഇൻസുലിനൊക്കെ വെച്ച് ഉഷാറാക്കി ഇപ്പം മാറും എന്ന് കരുതി നടന്നിരുന്ന ആളുകളായിരിക്കും. മനസ്സിലാക്കുക, കൃത്യമായിട്ട് മരുന്നില്ലാത്ത ചികിത്സാരീതികൾ ഉപയോഗപ്പെടുത്തി നാച്ചുറലായിട്ട് പോകുമ്പോഴാണ് നിങ്ങൾ അസുഖം മാറുന്നത്. അല്ലാത്ത പക്ഷം അസുഖം മറയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അസുഖം മറഞ്ഞാൽ അതൊരിക്കലും മാറി എന്നുള്ളതല്ല. അത് പണം വാങ്ങാൻ നമുക്ക് അസുഖം മറക്കാം. ഇപ്പോൾ ഒരാൾ വന്നു ഇങ്ങനെ അസുഖങ്ങളുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് ആ അസുഖം മറച്ചു കൊടുത്താൽ മാറിയല്ലോ എന്ന് കരുതിയിട്ട് അവന് പണം നൽകും, ബില്ല് പേ ചെയ്യും ഹോസ്പിറ്റലിലും മറ്റൊക്കെ ആയിട്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹം എന്താ ആവുന്നത്? മാരകമായ അസുഖങ്ങളിലേക്ക് എത്തിച്ചത്. ഇപ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങൾ സൈഡ് ഒരു ക്ലീനിങ് ഡ്യൂട്ടിയുള്ള ആളുകളെ ഏൽപ്പിച്ചു. അവരെന്താ ചെയ്യുന്നത്? നിങ്ങളെ വീട്ടിലെ വേസ്റ്റുകളൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുക ചെയ്യുന്നത്. അവിടെയും ഇവിടെയും പുകത്തി താഴ്ത്തി അവിടെ നിങ്ങളെ വീട്ടിൽ തന്നെ ഒളിപ്പിച്ച് അവിടെ വെച്ചു. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് ഒന്നും കാണുന്നില്ല, ഉഷാറായല്ലോ എന്നൊക്കെ പറഞ്ഞ് കയ്യൊക്കെ കൊടുത്ത് അവർക്കുള്ള പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് പോകും. കുറച്ച് കഴിയുമ്പോൾ അവർ പോയിട്ടുണ്ടാകും. കുറച്ച് കഴിയുമ്പോഴേക്കും എന്തൊക്കെ ബാഡ് സ്മെല്ലും ചീഞ്ഞ സ്മെല്ലും ഒക്കെ വരുന്നത്. അപ്പോഴാണ് അറിയാം ഇതൊക്കെ അവിടെ തന്നെ ഉണ്ട്, മറഞ്ഞിരിക്കുകയായിരുന്നു എന്നുള്ളത്. അതുപോലെയാണ് ശരീരത്തിൽ അസുഖങ്ങളെ മറച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് മെഡിസിൻ അസുഖം മാറ്റി തരുന്നത്. അത് മാറല്ല, മറയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കുക. ഏത് മരുന്ന് കഴിക്കുകയാണെങ്കിലും ഏത് മരുന്നും ഒരു നല്ല മരുന്ന് എന്ന് പറയാൻ ഒന്നുമില്ല അവിടെ. ഒന്നുപോലും ഇല്ല. ഏതൊരു നല്ല മരുന്ന് പറഞ്ഞു നിങ്ങൾ? വൈറ്റമിൻ ടാബ്ലറ്റ്സ് പോലും അത് വരെ മാരകമായ വിഷമാണ്. ഞാൻ മരുന്നുകളെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു അസുഖങ്ങളുടെ ഘട്ടത്തിൽ വരുമ്പോൾ അത് പറഞ്ഞേ പറ്റും. രണ്ടാമതായി അസുഖം ഉണ്ടാക്കുന്നത് മെഡിസിനും മറ്റും കഴിച്ചിട്ടാണ്. അപ്പോൾ അത് അസുഖം മാറില്ല, മറയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖം ബുദ്ധിമുട്ടുണ്ട്, അതിന് ചികിത്സ തേടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടുത്തൂല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാറി ഇപ്പോൾ 6 മാസം ഞാൻ പണ്ട് മെഡിസിൻ കഴിച്ചായിരുന്നല്ലോ, ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് മാറിയല്ലോ എന്നൊക്കെ നിങ്ങൾ വന്ന് വലിയ രീതിയിൽ പറയും. പക്ഷേ അത് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതൊരു അവസരം കിട്ടിയാൽ പുറത്ത് വരും. വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. ഈ പാത്രത്തിലൊക്കെ പുളിയിട്ട് വെച്ച് എടുത്ത ചോക്കങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പാത്രം ഓട്ടായിട്ടുണ്ടാവും അല്ലേ? അതുപോലെ ശരീരത്തിൽ പ്രയാസങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരമാണ്. ഒരാൾ ഏറ്റവും അടുത്ത ആൾ പോലും അത് അനുഭവിക്കാൻ നമ്മളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മയിലൊക്കെ ഉണ്ടാവുക. അസുഖങ്ങളെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള നോളജ് നമുക്ക് വേണം. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റാലിറ്റി ഫൗണ്ടേഷൻ അറ്റ്ലീസ്റ്റ് 3 month ക്ലാസ് എങ്കിലും വെച്ചിട്ട് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള രൂപത്തിൽ തുടങ്ങിയത്. അല്ലാതെ നമുക്ക് ചികിത്സകനാവണമെങ്കിൽ ചികിത്സ പഠിക്കണമെങ്കിൽ അക്യുപഞ്ചർ കോഴ്സ് ഉണ്ട് ഇവിടെ, 2 വർഷത്തെ കോഴ്സ് ഉണ്ട്. അത് പഠിച്ചുകൊണ്ട് അക്യുപഞ്ചർ ചികിത്സകനായി ഇറങ്ങാം. പക്ഷെ എല്ലാവർക്കും അതിന് കഴിയുന്നില്ല. പലർക്കും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുണ്ട്, സമയം ഇല്ലാത്തതുണ്ട്, വേണ്ടത്ര വിദ്യാഭ്യാസം കുറവുള്ളവരൊക്കെ ഉണ്ട്. പ്രായം ചെന്നിട്ട് ഇപ്പോൾ പഠിക്കാനൊന്നും ആവില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് വീണ്ടും തരും.
ആ രൂപത്തിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ചെറിയ കുട്ടികൾ അസുഖം മുതൽ മുതിർന്നവർ അസുഖം മുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, വയസ്സായ ആളുകൾ കാലു സംബന്ധമായ മുട്ടുവേദന, ഊരവേദന, ഈ വേദനകളൊക്കെ എന്താണ്, ഇതൊക്കെ നിസ്സാരമായി എങ്ങനെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് പരിഹരിക്കാം. പല്ലുവേദന, പല്ല് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, തലവേദന, മാസം മുറ സംബന്ധിച്ച് കുളി, അതുപോലെ തന്നെ ആ സമയത്ത് ഉണ്ടാവുന്ന എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു സെഷനാണ്. 3 മാസം ഉണ്ടാവും. 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടേച്ച് പോകുന്നില്ല. ലൈഫ് ലോങ് നിങ്ങൾ എത്ര കാലം ജീവിച്ചിരിപ്പുണ്ടോ അത്രയും കാലം നിങ്ങളെ വാട്സപ്പിൽ ആ ഒരു ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യം ചോദിക്കാം. എപ്പോഴും റിപ്ലൈ തരാൻ ആളുകൾ അവിടെ ഉണ്ടാവും ചെയ്യും. അപ്പോൾ അതൊരു ജീവിതത്തിൽ ചെയ്യുന്ന നമ്മൾ ഏറ്റവും വലിയ ഇൻഷുറൻസ് പോലെ ഒരു ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പം നമ്മുടെ മുക്കം ബാച്ചിൽ പഠിച്ച ഒരാളുണ്ട്. എഞ്ചിനീയറാണ് അദ്ദേഹം. ഒരു 50,000 മുകളിലൊക്കെ കൊടുത്തിട്ട് വർഷം വർഷം ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതാണ്. അപ്പം അന്ന് അദ്ദേഹം അക്യുപഞ്ചർ പഠനത്തിന് ശേഷം, ഈ ഒരു പഠനം പഠിച്ച ശേഷം പിന്നെ അദ്ദേഹം ഇൻഷുറൻസ് എടുത്തില്ല. 50,000 റുപ്യ മുകളിൽ വെച്ചിട്ട് എല്ലാ വർഷവും അദ്ദേഹത്തിന് ലാഭമാണ് ഇപ്പോൾ. അതിനേറെ ഉപരി അദ്ദേഹത്തിന് ആ അസുഖത്തിനെ കുറിച്ചും രോഗങ്ങളെ കുറിച്ചും ശരീരത്തെക്കുറിച്ചും മനസ്സിലാക്കിയതിൻ്റെ സന്തോഷത്തോടുള്ള ജീവിതവും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ആളുകൾ ഒരു 80% ആളുകൾ രോഗത്തെക്കുറിച്ചും അസുഖം വരുമോ എന്ന് കരുതി പേടിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് രക്ഷ നേടാം. ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുകയും വാട്സപ്പ് മെസ്സേജ് അയക്കുകയും ചെയ്താൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായ കാര്യം പറഞ്ഞുതരും നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ അസുഖങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വരാതിരിക്കാൻ തന്നെ ഏറ്റവും ബെറ്ററാണ് മനസ്സിലാക്കുക എന്നുള്ളത്. മാറുക എന്നുള്ളത്, ഇപ്പോൾ ഗ്യാസിൻ്റെ അസുഖം ഇന്ന് ഈ ക്ലാസ് കേട്ടവർക്ക് മാറി, അതനുസരിച്ച് അവർ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മാറി. അപ്പം അതുപോലെ ഏതൊരു അസുഖം നമുക്ക് മാറ്റാൻ കഴിയും. ഇപ്പം ഇന്നലെ നമ്മൾ കുട്ടികളുടെ മുതിർന്നവരൊക്കെ പനി സംബന്ധമായ വിഷയങ്ങൾ പറഞ്ഞല്ലോ. പനി എങ്ങനെ ഉണ്ടാകുന്നത്, എന്താണ് പനി, പനിയിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, പനി നിർത്തിയാലുള്ള പ്രയാസങ്ങൾ, പനി മാറുമ്പോൾ എങ്ങനെ മാറണം, ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ അല്ലേ. ഇന്നലെ മഴയുടേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടി ഒരുപാട് പേർക്കത് ഇന്നലെ ഒരുപാട് പേര് ലീവായതുകൊണ്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല തോന്നുന്നു. അപ്പം എന്ത് ചെയ്യുക, പനിയുടെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. പനി എന്താണ്, അതിൻ്റെ 10x നമ്മൾ വിശദീകരിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരെ ഉപയോഗപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെന്ത് ചെയ്യുക, നമ്മളൊരാളുടെയും അടിമകളായിക്കൊണ്ട് ഇവിടെ മെഡിസിൻ കഴിച്ച് ബുദ്ധിമുട്ടി ജീവിക്കേണ്ട ആവശ്യമില്ല. ചിലർക്ക് അക്യുപഞ്ചർ താല്പര്യം ഉണ്ടാവില്ല, അവരെന്തെങ്കിലും മരുന്നില്ലാത്ത ഏതെങ്കിലും ചികിത്സ ചെയ്യട്ടെ. ഏറ്റവും മരുന്നില്ലാത്ത ചികിത്സാ രീതിയിൽ ഏറ്റവും ബെറ്റർ അക്യുപഞ്ചറാണ്. അതുകൊണ്ട് നമ്മൾ അക്യുപഞ്ചർ ചെയ്തോളി എന്ന് പറയുന്നു. മരുന്നില്ലാതെയാണ് അസുഖം മാറേണ്ടത്. അതാണ് അസുഖം മാറുക, മറ്റത് മറയുകയാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. പിന്നീട് 3ാമത്തെ ഘട്ടത്തിൽ അസുഖങ്ങൾ ഉണ്ടാവാനുള്ളൊരു കാരണം ഒന്ന് നമ്മൾ പറഞ്ഞു, എന്ത്, നമ്മളെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ വേസ്റ്റ്. ഇപ്പോൾ മൂത്രത്തുകല്ലിൻ്റെ പറഞ്ഞു, അതുപോലെ മറ്റെന്തോന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു, പിന്നെ ഗ്യാസിൻ്റെ അല്ലേ പറഞ്ഞത്, അതിൻ്റെ ഇടയ്ക്കൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഗ്യാസിൻ്റെത് പറഞ്ഞു. ഇങ്ങനെ കെട്ടി നിൽക്കുന്ന കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ, തലവേദനയൊക്കെ ഈ ഗണത്തിൽ പെടുന്നതാണ്. തലവേദനയൊക്കെ ഒരു റിമൂവൽ പ്രോസസ്സാണ്. നമ്മളെ പ്രസവത്തിൽ കുട്ടി പുറത്തു പോകില്ലേ, കുട്ടി പുറത്ത് വരുമ്പോൾ വേദന ഉണ്ടാവും. അപ്പോൾ പ്രസവത്തിൽ വേദന വരണേ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും, നല്ല സുഖപ്രസവം ഉണ്ടാവുന്നേ, വേദന വരാൻ വേണ്ടി കാത്തിരിക്കും. വേദന വന്നിട്ടില്ല, വേദന വരാൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും നമ്മളല്ലേ. അപ്പോൾ വേദന വരാൻ കാത്തിരിക്കും നമ്മൾ. മറ്റു വേദനകളൊക്കെ എന്താണപ്പോൾ, തലവേദന, മൂത്രത്തുകല്ലിൻ്റെ വേദന, ഇതൊക്കെ ഒരു തരം പ്രസവം പോലെ തന്നെയാണ്. ശരീരത്തിൽ നിന്ന് ഒരു വേസ്റ്റ് റിമൂവ് ആവുക ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടി പാകം എത്തിക്കഴിഞ്ഞാൽ കുട്ടി ശരീരത്തിൽ നിന്ന് പുറന്തള്ളും. ആ പുറന്തള്ളുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസവും വേദനയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടി ഗർഭാശയത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഒരു തരത്തിലുള്ള അസ്വസ്ഥത, ബുദ്ധിമുട്ട് പോലൊക്കെ ഫീൽ ചെയ്യും. നേരത്തെ മൂത്രത്ത് കല്ലും ഒക്കെ ശരീരത്തിൽ ഉള്ളുമ്പോൾ പ്രയാസം ഉണ്ടാവില്ല. ഉള്ളപ്പോൾ ഒരു ഉണ്ട്, എന്തോന്നുണ്ട് എന്നുള്ളൊരു എന്തോ ഒരു പ്രയാസം ഉണ്ടാവുക. പക്ഷെ അത് പുറന്തള്ളുമ്പോഴാണ് വേദന ഉണ്ടാവുക, ബുദ്ധിമുട്ട് അസുഖങ്ങളായിട്ടുണ്ടാവുക. അതുപോലെ തന്നെയാണ് കുട്ടി പുറന്തള്ളുമ്പോഴാണ് ശരീരത്തിൽ വേദന, ബുദ്ധിമുട്ടുണ്ടാവുക. അത് ഒരു ബുദ്ധിമുട്ടായി നമ്മൾ കാണൂല അല്ലേ, അത് രസം നോക്കണം നമ്മളിവിടെ. അപ്പോൾ ഏതൊരു സംഭവം ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ, ശരീരത്തിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഒരു വേദനയിലൂടെയാണ് അത് പോവുക. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വേദന ഒക്കെ കുറഞ്ഞിട്ട് വേദന ഇല്ലാതെ അത് പുറന്തള്ളാൻ ശരീരം കൂടുതൽ കംഫർട്ടായിട്ട് വരും. ഓക്കെ. അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു അസറ്റ്, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും ഏറ്റവും വലിയ നമ്മുടെ സമ്പാദ്യം ആരോഗ്യമാണ്. ആ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇന്നത്തെ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാം.
അപ്പോൾ നമ്മുടെ 3 മാസത്തെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഈ നമ്പർ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക ചെയ്യുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് അയച്ച് ഈ ക്ലാസ്സിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞാൽ അവർ കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഇതിൻ്റെ ഫീ, അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക, ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട സംശയങ്ങളൊക്കെ അവർ തീർത്ത് തരും കേട്ടോ. ഓക്കെ, അപ്പോൾ മറ്റു ആരോഗ്യപരമായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസും എന്തെങ്കിലും കൂടുതൽ ഈ ക്ലാസ്സിനെ കുറിച്ച് തന്നെ സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ തന്നെ ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ചികിത്സക്ക് വേണ്ടിയുള്ളവരും ഒക്കെ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമ്മുടെ 3 മാസത്തെ ക്ലാസ് എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ തന്നെ എല്ലാവരും മെസ്സേജ് അയക്കുക കേട്ടോ. കാരണം നമുക്ക് ക്ലാസ് പെട്ടെന്ന് തുടങ്ങേണ്ടതുണ്ട്. ഇന്നും നാളെ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ഫീസിൽ ചെറിയൊരു ഓഫറുള്ളൂ, പിന്നെ ഓഫർ ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഇപ്പോൾ തന്നെ എല്ലാവരും മെസ്സേജ് അയച്ച് ചോദിക്കുക എന്തൊക്കെയാണ് അതിന് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക്സ് ലോട്ട്. ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്.